ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആശാ സുജി. 20 ഡേയ്സ് മാജിക് പ്രാക്ടീസിൻ്റെ 26ാമത്തെ ദിവസത്തെ പ്രാക്ടീസാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പ്രാക്ടീസ് 2 ദിവസം കൂടിയേ ഉള്ളൂ. എന്നാലും ഈ 28 ദിവസത്തെ പ്രാക്ടീസ് കഴിഞ്ഞാലും ഡേ 1 തൊട്ടുള്ള പ്രാക്ടീസ് എല്ലാ ദിവസവും രാവിലെ ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രാക്ടീസ് എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഡേ 1 തൊട്ട് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. അപ്പോൾ ഗ്രൂപ്പിൽ എല്ലാ ദിവസവും കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മെഡിറ്റേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ഓരോ പ്രശ്നങ്ങളിലും ഒരനുഗ്രഹം ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. നമ്മുടെ തെറ്റുകളിൽ നിന്ന് നന്മകൾ വേർതിരിച്ചെടുത്ത് പാഠങ്ങൾ ഉൾക്കൊണ്ട് നന്ദി പറയാൻ ശീലിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും തെറ്റുപറ്റാറുണ്ട് അല്ലേ? തെറ്റുപറ്റാത്തവരാരും ഇല്ല. എന്നാൽ നമുക്ക് പറ്റിയിട്ടുള്ള തെറ്റുകളിൽ നിന്നും നമ്മൾ പാഠങ്ങൾ ഉൾക്കൊണ്ട് പഠിക്കുക. ഈ പാഠങ്ങളാണ് നമ്മുടെ ജീവിതാനുഭവം എന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് പറ്റുന്ന തെറ്റുകളെ നമ്മൾ മറ്റുള്ളവരുടെ മേൽ പഴിചാരിക്കുന്ന ഒരു പ്രവണതയുണ്ട് അല്ലേ? അത് മാറ്റിയെടുത്തേ പറ്റൂ. അതിനുള്ളതാണ് ഇന്നത്തെ പ്രാക്ടീസ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. നമ്മുടെ മാജിക് നോട്ട്ബുക്ക് എടുക്കുക. നമുക്ക് പറ്റിയ ഒരു തെറ്റ് ബിസിനസ്സിലാവാം, അത് റിലേഷൻഷിപ്പിലാവാം, എന്താണെങ്കിലും നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഒരു തെറ്റ് അതിൽ എഴുതുക. എന്നിട്ട് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാനാണെന്ന ബോധ്യം വരുത്തുക. എന്നിട്ട് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. അതിനുശേഷം നിങ്ങൾ പഠിച്ച പാഠങ്ങൾ, അതായത് നാം അതിൽ കണ്ട 10 നന്മകൾ മാജിക് നോട്ട്ബുക്കിൽ എഴുതുക. നിങ്ങൾക്കുണ്ടാകും, അത് ഓർത്തെടുക്കുക. ആ നന്മകൾ എന്നിട്ട് അക്കമിട്ട് എഴുതുക. അതിന് നന്ദി പറയുക. ഒരു ഉദാഹരണം പറയാം. നമ്മൾ ഓവർ സ്പീഡിൽ വണ്ടി ഓടിച്ചു എന്ന് വെക്കുക. അതിന് നമ്മളെ കൊണ്ട് ഫൈൻ അടപ്പിച്ചു. ഇതിൽ നിന്നും എങ്ങനെയാണ് നമ്മൾ 10 നല്ല കാര്യങ്ങൾ കണ്ടെത്തിയിട്ട് നന്ദി പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ആ പോലീസുകാരൻ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ഭംഗിയായി നിർവഹിച്ചു. അതിന് ഞാൻ അദ്ദേഹത്തിന് നന്ദി പറയുന്നു. ഇപ്പോൾ എന്നെ പിടിച്ചതുകൊണ്ട് ഇനി ഈ തെറ്റ് ആവർത്തിക്കാതിരിക്കാനാണ്. പിടിച്ചില്ലായിരുന്നെങ്കിൽ പിന്നെയും ഞാൻ ഈ തെറ്റ് ആവർത്തിച്ചേനെ. ഞാൻ സ്പീഡിൽ വാഹനം ഓടിച്ചിട്ട് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഞാൻ മൂലം അപകടം സംഭവിച്ചിരുന്നെങ്കിൽ, അപ്പോൾ ആ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ പോലീസുകാരൻ എന്നെ അതിൽ നിന്ന് തടയുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഞാൻ ആ പോലീസുകാരന് നന്ദി പറയുന്നു. ഇനി ഒരിക്കലും ഇതുപോലെ സ്പീഡിൽ വണ്ടി ഓടിക്കാൻ പറ്റില്ല, ഞാൻ പിടിക്കപ്പെടും എന്ന ഒരു ചിന്ത എനിക്ക് ഉണ്ടാക്കി തന്നത് അദ്ദേഹം മൂലമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് നന്ദി പറയുന്നു. ഇങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ 10 നന്മകൾ കണ്ടെത്തി നന്ദി പറയുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്രാക്ടീസ്. അപ്പം നിങ്ങൾ ഇതെല്ലാവരും ഈ പ്രാക്ടീസ് ചെയ്യുക. അടുത്ത പ്രാക്ടീസുമായിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.